ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ യൂഎസ്ഡി, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ അതോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഓക്കെ, നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് കാര്യമായിരുന്നു. ഒന്നെന്താണ്, മാർക്കറ്റ് അത്രത്തോളം അഗ്രസീവായിട്ട് ബൈയിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നില്ല, സെല്ലിങ്ങിലേക്കും ഇല്ല. ബയ്യേഴ്സ് എന്താണ് ഹൈയിലേക്ക് വരുമ്പോൾ വീക്ക് ആവുന്നുണ്ട്, ഹൈയിലേക്ക് വരുമ്പോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആവുന്നുണ്ട്, ലോയിലേക്ക് വരുമ്പോൾ ബയ്യേഴ്സ് ആണ് സ്ട്രോങ് ആവുന്നത്. ഓക്കെ അല്ല, അപ്പോൾ നമ്മളൊരു സൈഡ് വേസിൻ്റെ സാധ്യതയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കെന്താണ് ഈ ഒരു ട്രെൻഡിനുള്ളിൽ സൈഡ് വേസിൻ്റെ സാധ്യതയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും മാർക്കറ്റ് ഹൈയിലേക്ക് വന്നതിന് ശേഷം ആ സൈഡ് വേസ് നിലയിൽ തന്നെ പിടിച്ചു വന്നു. ഓക്കെ അല്ല, അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സാധ്യതകളെന്ന് പറയുമ്പോൾ എന്താണ്, ഈ ചാർട്ട് നോക്കിയാലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹൈയിലേക്ക് വരുമ്പോൾ എല്ലാം ലിക്വിഡിറ്റി എടുക്കുന്നതാണ്, സെല്ലേഴ്സാണ് സ്ട്രോങ് ആവുന്നത്. ഇവിടെ നിന്നാണ് സെല്ലേഴ്സ് 1-2 ക്യാനിൽ പ്രൈസിന് താഴേക്ക് എത്തിക്കുന്നു, ബയ്യേഴ്സ് കുറച്ചും കൂടെ വീക്കായിട്ടാണ് പ്രൈസിന് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ 50 മില്യൻ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മേജർ ഹൈ ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ബൈയിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് ശേഷം മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് കൂടുതലുള്ളത് നമുക്ക് പറയാം. ഓക്കെ അല്ലേ, ബൈയിങ്ങിലേക്ക് മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് കൂടുതലുള്ളത് നമുക്ക് പറയാം. പക്ഷേ ഈ ഹൈയിലെ ലിക്വിഡിറ്റി സ്വീപ്പും സെല്ലേഴ്സിനെയും കാണുമ്പോൾ എന്താണ് സെല്ലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വരുന്ന ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സെല്ലിംഗ് സോണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടി, സെല്ലിംഗ് സോണും കിട്ടി. ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു മേജർ ലോ, ഈ ലാസ്റ്റത്തെ മേജർ ലോയിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ സെല്ലിംഗ് സോണിലേക്കോ വരുവാണെങ്കിൽ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ അല്ല, അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ നോക്കി കുറച്ചും കൂടെ സേഫ് ആയിട്ടാണ് സെല്ലിലേക്ക് ട്രേഡ്സ് നോക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്ന് തന്നെ എന്താണ് ഈ മാർക്കറ്റ് മേജർ ലോയിന് ബ്രേക്ക് ചെയ്തില്ല. മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ എന്താണ് സെല്ലിംഗ് സോണിലേക്ക് വരുവാണെങ്കിലും ഞാൻ അഗ്രസീവായിട്ട് സെൽ എൻട്രിക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെൽ എൻട്രിക്ക് പ്ലാൻ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. ഓക്കെ അല്ലേ, ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വരുവാണെങ്കിലും സെൽ എൻട്രിക്ക് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബൈയിലേക്ക് ഞാൻ അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കുന്നില്ല. ഇവിടുന്ന് മൈനർ ട്രെൻഡിൻ്റെ സാധ്യത ഉണ്ടെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ സെല്ലേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ പ്രൈസ് താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെൽ എൻട്രിക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആ 4 ഹവറിലെ ലിക്വിഡിറ്റി, ലോയിലെ ലിക്വിഡിറ്റി എടുക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ഒരു ട്രെൻഡിൽ. അതുപോലെ യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഗോൾഡ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഇനി യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലെവൽസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലൻഡ് നോക്കാൻ പറ്റിയ 2 ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ അല്ലേ, ഇതിനുള്ളിലൊരു സെൽ സോണൊക്കെ ഉണ്ടെങ്കിലും ഇതെന്താണ് ഈ മദർ ക്യാൻഡിനുള്ളിലാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ സെൽ സോൺ ആണെങ്കിൽ പോലും ഇത് മദർ ക്യാൻഡിനുള്ളിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെല്ലിംഗ് സോണൊന്നും മാർക്ക് ചെയ്യാതെ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് തന്നെയായിരുന്നു. സെല്ലിംഗ് സോണായിട്ട് എടുക്കുന്നതിലും കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ വരുന്ന അത്രത്തോളം വർക്ക് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് കേട്ടോ. സാധ്യതകൾ കുറവാണ്. ഇനി ഈ ഒരു ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനുശേഷം ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ട്രെൻഡിലേക്ക് വരുവാണെങ്കിൽ എന്താണ് മാർക്കറ്റ് വന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് മേജർ ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് 50 മില്യൻ പുതിയൊരു BOS കിട്ടി. BOS തരാൻ കാരണമായ ഹൈ എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരും അല്ലേ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹൈ ഒക്കെ എന്താണ് ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഹൈയോ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുകളിലുള്ളതും ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 50 മില്യൻ ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടി. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയത്തിലൊരു സെൽ സോൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഏറ്റവും പ്രീമിയത്തിലൊരു സെല്ലിംഗ് സോൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിലും നമുക്കൊരു സെല്ലിംഗ് സോൺ, ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ യൂറോ യൂഎസ്ഡിയുടെ സാധ്യത കൂടുതലെന്ന് പറയുന്നത് മേജർ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയത്തിലേക്കുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് വന്നതിന് ശേഷമോ 1 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇന്നലെ എങ്ങനെയാണോ എൻട്രി എടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്നല്ല അത് മേജർ ട്രെൻഡ് അനുസരിച്ചാണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എന്താണ് ഏറ്റവും ലോയിലായതുകൊണ്ട് ഇവിടെ നിന്നാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ബൈയിങ്ങിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ നോക്കാനായിട്ടും പറ്റും കേട്ടോ. ഓക്കെ ആണല്ലോ, കൗണ്ടർ ട്രെൻഡ് എങ്ങനെയാണെന്ന് വരുന്നത് മനസ്സിലായില്ലേ. ഇപ്പോൾ ഇന്നലത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മൾ കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലോയിലാണ്, ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുന്നവരെന്താണ് നമുക്ക് ബൈയിങ്ങിലേക്ക് നോക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊന്നും കൺഫർമേഷൻ കിട്ടിയില്ല. ഇതിന് മുകളിൽ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് ബൈയിങ്ങിലേക്കുള്ള കൺഫർമേഷൻ കിട്ടിയത്. ഓക്കെ അല്ലേ. പിന്നെ ഈ ഒരു ട്രേഡിൽ നോക്കുകയാണെങ്കിൽ 1:1.5 RR ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര നല്ല ട്രേഡെന്ന് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് ഏറ്റവും ലോയിൽ നിൽക്കുന്നതുകൊണ്ട് എന്താണ് ഇവിടെ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ബൈയിങ്ങിലേക്ക് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലോയിൽ വെച്ച് ഒരു കൗണ്ടർ ട്രെൻഡിൽ എൻട്രി നോക്കാനായിട്ട് പറ്റും.
ഓക്കെ അല്ലേ, ബൈയിങ്ങിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം മാർക്കറ്റ് മേജർ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് കൗണ്ടർ ട്രെൻഡ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. യൂറോ USDയിൽ ഇത്രയും സാധ്യതയാണ് കാണുന്നത്. ഫസ്റ്റ് ഒരു കൗണ്ടർ ട്രെൻഡിന് സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷവും നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ ആവുന്നില്ലേ? ഇനി നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് എന്താണ്, ലോയിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 2 ഇൻഡ്യൂസ്മെൻറ്റും ബൈയിങ്ങിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെല്ല് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുമില്ല. പിന്നെ സെയിം ഡേയിൽ 5 മിനിറ്റ് ലിക്വിഡിറ്റിക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മോർണിംഗിന് ട്രേഡും ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ അല്ലേ, ഞാനിത് മാർക്കിങ്സ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇന്നത്തെ ലെവൽസ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു മേജർ ലോയാണ്. ഈ മേജർ ലോയിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ, അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ്, മാർക്കറ്റ് ഇവിടുന്ന് ഗ്യാപ്പ് ഡൗണിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈ എന്താണ്, ഇതിൻ്റെ ഹൈ നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ അല്ലേ, അതേപോലെ തന്നെ ഇതിലെ ഈ ഒരു ട്രെൻഡിലെ മേജർ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ ആവുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ്, ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഹൈയിലൊരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഈ ഹൈയിലെ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ ആവുന്നില്ലേ? ഇതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തില്ല, ഇവിടുന്ന് ഹൈനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും. അത്രത്തോളം അഗ്രസീവായിട്ട് പിന്നെ ബൈയിലേക്ക് നോക്കണം എന്നില്ല. ഓക്കെ അല്ലേ, ഇത് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അത്രത്തോളം അഗ്രസീവായിട്ട് ബൈയിലേക്ക് നോക്കണം എന്നില്ല. അതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റ് ഇപ്പോൾ ഈ ഹൈനെ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഡയറക്റ്റായിട്ട് ഹൈനെ ബ്രേക്ക് ചെയ്യുവാന്നിരിക്കട്ടെ, അതിനുശേഷം പ്രൈസ് മുകളിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആവില്ല. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ്. ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി തന്നെയായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഹൈയിലെ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇത് മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിഫ്റ്റിൻ്റെയിലും വരുന്നത്. കുറച്ച് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലോയിനെ ബ്രേക്ക് ചെയ്താലേ ഇതിൻ്റെ ഹൈയൊക്കെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ ആവുന്നില്ലേ? ഇനി എന്താണ്, മാർക്കറ്റ് ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ഫസ്റ്റ് ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലോ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും വരും. അപ്പോൾ ഇങ്ങനെയാണ് സാധ്യതകൾ വരുന്നത് കേട്ടോ. അപ്പോൾ നിഫ്റ്റിയിലും കുഴപ്പമില്ല, അത്യാവശ്യം ട്രേഡുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ സാധ്യതകൾ കൂടുതലെന്ന് പറയുമ്പോൾ യൂറോ USDയിൽ നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട്. ഗോൾഡിലേക്ക് വരുവാണെങ്കിൽ എന്താണ്, ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഓക്കെ ആവുന്നില്ലേ? ഇതിനകത്ത് ഒന്നെന്താണ്, അഗ്രസീവായിട്ട് മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യാതെയാണ് സെല്ലിംഗ് സോണിലേക്ക് വരുന്നതെങ്കിൽ ഇത് കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ളൊരു എൻട്രിയാണ്. ഇനി മേജർ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഹൈയിലേക്ക് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ സേഫാണ്, സെല്ലിലേക്ക് പോകാൻ സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധ്യതകളാണ് ഇന്നത്തെ ദിവസം വരുന്നത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രേഡിങ്ങിന് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ നിർത്തിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.